നമസ്കാരം. ഈ നവംബർ 1, 2024 കേരള ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത കേരള വന നിയമത്തിൻ്റെ ഭേദഗതി ബിൽ 2024 കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ. കൊളോണിയൽ കാലത്ത് ഉണ്ടായിരുന്ന കിരാത നിയമങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള അത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നിയന്ത്രണവും കൂടാതെ അധികാരങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം, പല രീതിയിലും ആ നിയമത്തെ ദുരുപയോഗം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു നിയമം. ഇത് സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ വളരെ കഷ്ടമാണ്. ഈ ഭേദഗതി വരുത്തുമ്പോൾ അതിൽ വെച്ചുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ, അതിൽ വെച്ചുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെ, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കാനുള്ള സാഹചര്യം എന്തൊക്കെ, ഇന്നുവരെ സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും മറ്റുമൊക്കെ മനുഷ്യരുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള, ഭരണഘടനാപരമായ അവകാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അതിനൊക്കെ ഉണ്ടാകുന്ന ലംഘനങ്ങൾക്കുള്ള സാധ്യതകൾ ഇവയൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു വന നിയമ ഭേദഗതി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വനനിയമ ഭേദഗതി ബില്ലിലെ സെക്ഷൻ 2C, ഈ 2C ആരാണ് ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള അതിനുള്ള നിർവചനമാണ് കൊടുത്തിട്ടുള്ളത്. കഷ്ടമെന്ന് പറയട്ടെ, ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സ്വീപ്പർ മുതൽ വാച്ചർ മുതൽ അങ്ങ് തലപ്പത്തിരിക്കുന്ന പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വരെ പോലെ ആൾക്കാരെ എല്ലാം ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ പരിധിയിലാണ് കൊണ്ടുവരുന്നത്. ഫോറസ്റ്റ് ഓഫീസറുടെ നിർവചനത്തിൽ സാധാരണയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും താഴ്ന്ന അടിത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ബീറ്റ് ഗാർഡാണ്. അതിന് താഴെ ഫോറസ്റ്റ് വാച്ചർമാരുണ്ട്, ഈ ടിമ്പർ ഡിപ്പോയുടെ മാനേജർമാരുണ്ട്, ട്രൈബൽ വാച്ചർമാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാച്ചർ എന്ന് പറയുന്നയാളെ സാധാരണ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വഴിയിൽ നിന്ന് വിളിച്ച് നിങ്ങളെ കുറച്ച് നാളത്തേക്ക് വാച്ചറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു സ്ഥിതിയുള്ള, ഒരു വിദ്യാഭ്യാസമോ യാതൊരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ലാത്തവരെയൊക്കെ ഫോറസ്റ്റ് വാച്ചർമാരാക്കാം. ഒത്തിരി ട്രൈബൽ സെറ്റിൽമെൻറ്റിലൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേരെ ഫോറസ്റ്റ് വാച്ചർമാരായിട്ട് എടുത്തിട്ടുണ്ട്. അവർക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇത്ര നിർബന്ധമല്ല. 10ാം ക്ലാസ് പാസ്സാകണമെന്ന് പോലും നിർബന്ധമില്ലാത്ത പോസ്റ്റുകളാണ് ഈ വാച്ചർ എന്നൊക്കെ, ടിംബോ മാനേജർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോൾ ഒരു ബീറ്റ് ഗാർഡിനും ഒരു ഫോറസ്റ്റ് വാച്ചർക്കും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർക്കും ഒരേപോലെയുള്ള അധികാരമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഈ ബില്ലനുസരിച്ച് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമല്ലേ. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഈ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്വീപ്പർ മുതൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വരെ ഒരേ അധികാരം കൈമാറിയിട്ടുള്ള ഒരു നിയമം ഇപ്പോൾ ഈ പറയുന്ന വനനിയമമാണെന്ന് കാണാം. അതിൻ്റെ സെക്ഷൻ 2C ഈ അനുസരിച്ച് ഒരു ബീറ്റ് ഗാർഡിന് ഈ അവകാശം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് വാച്ചറിന് ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള പദവി നൽകുമ്പോൾ ഉണ്ടാകുന്ന ഫലം സെക്ഷൻ 52 എന്ന് പറയുന്ന പുതിയ വന ഭേദഗതി നിയമത്തിൽ സെക്ഷൻ 52, ഈ സെക്ഷൻ 52 അനുസരിച്ച് 52(9) 10 അനുസരിച്ച് ഈ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു ബീറ്റ് ഗാർഡിന് വേണമെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെ ഏത് സമയത്തും, പട്ടപ്പാതിരായെന്നില്ല, ഏത് സമയത്തും ഏതൊരു വ്യക്തിയുടെയും വീട് ശോധന ചെയ്യുന്നതിനും അവരുടെ വസ്തു പരിശോധിക്കുന്നതിനും എന്തിന്
അവരുടെ വീട്ടിലുള്ള അലമാരി മുതൽ മേശ മുതൽ സർവ്വവിധമായ സംഗതികളും പരിശോധിക്കുന്നതിന്, കയ്യിൽ ബാഗേജ് ഉണ്ട് അത് പരിശോധിക്കുന്നതിന്, എന്ന് വേണ്ട ദേഹപരിശോധന നടത്തുന്നതിന് യാതൊരു വിധമായ തടസ്സവുമില്ല. ഒരു ഫോറസ്റ്റ് വനനിയമവുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് സംശയം തോന്നിയ നമ്മൾ മനസ്സിലാക്കാൻ വെറും സംശയം മതി. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോറസ്റ്റ് വാച്ചർക്ക്, ഒരു ഫോറസ്റ്റ് ബീറ്റ് ഗാർഡിനും നമ്മുടെ വീട്ടിൽ വന്ന് ഏത് പാതിരായിക്കും നമ്മുടെ വീട് ശോധന ചെയ്ത്, മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് വേണമെന്നോ ഒന്നുമില്ല, വീട് ശോധന ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള അടുക്കളയിൽ കയറി പരിശോധിക്കുന്നതിനും നമ്മുടെ കബോർഡ് പരിശോധിക്കുന്നതിനും വേണ്ട, എവിടെ വേണമെങ്കിലും ഈവൻ ദേഹപരിശോധന നടത്തുന്നതിനും നമ്മുടെ ബാഗ് പരിശോധിക്കുന്നതിനും വേണ്ട എല്ലാം പരിശോധിക്കുന്നതിനും ശോധന ചെയ്യുന്നതിനുമുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ സമയത്ത് ആ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് വനിതകളുടെയൊക്കെ മുറിയിൽ പോലീസുകാർ കയറി രാത്രി ശോധന ചെയ്യാൻ ചെന്നു, പരിശോധിക്കാൻ വേണ്ടി ചെന്നു നോക്കുക. അപ്പോൾ അതേ സംബന്ധിച്ചുള്ള കോലാഹലങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഗാർഡിന് ഇത്രയും വിപുലമായ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂരഭാഗമായ ഫലങ്ങളിലൊക്കെ ഒരു ഫോറസ്റ്റ് ബീറ്റ് ഗാർഡിന് ഈ അവകാശമുണ്ട്. അത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യുന്നു മാത്രമല്ല, പ്രത്യേകിച്ച് ഈ വന നിയമമായതുകൊണ്ട് വനവുമായി ബന്ധപ്പെട്ടൊരു കുറ്റകൃത്യം നടന്നു എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. ഇനി ആ നിയമത്തിൽ തന്നെ ഇപ്പോൾ പുതിയ അമെൻമെൻറ്റിൽ ഒരു വനത്തിലെ ഇലയോ ഒരു വൃക്ഷത്തിൻ്റെ ഇലയോ തൊലിയോ എന്ന് വേണ്ട കാട്ടിലെ മണ്ണോ ഒരു ആളുടെ കൈവശം കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്. അപ്പോൾ ഈ പറയുന്ന ഏത് സാധനം കണ്ടു ഫോറസ്റ്റിൽ നിന്ന് എടുത്താണെന്ന് ഒരു ആരോപണം ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ശോധനകളും പരിശോധനകളും ഒക്കെ നടത്താൻ ഒരു ബീറ്റ് ഗാർഡ് മുതൽ വാച്ചർക്ക് അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുമെന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി അതുപോട്ടെ, സെക്ഷൻ 63 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം. ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഓഫീസറുടെ പരിധിയിൽ ബീറ്റ് ഗാർഡും വാച്ചറും ഒക്കെ ഉണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു എന്ന് സംശയം തോന്നിയാൽ, കുറ്റകൃത്യം നടന്നതായിട്ട് കാണണമെന്നില്ല, ഒരു വ്യക്തി ഒരാൾ ഫോറസ്റ്റ് നിയമവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു എന്നൊരു തോന്നലുണ്ടായ, സംശയം തോന്നിയാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്, അയാളെ ഡീറ്റെയിൻ ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നുണ്ട് BNSS, അതായത് പഴയ ക്രിമിനൽ നടപടി നിയമം പോലെ തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ നിയമത്തിന് അനുസരിച്ച് വേണം ഈ അറസ്റ്റ് നടപ്പിലാക്കാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ അറസ്റ്റിനുള്ള പവർ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഏത് കുറ്റകൃത്യമൊന്നുമില്ല, ഏത് മൈനർ കുറ്റകൃത്യമാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് ഒരു പോലീസ് ഓഫീസർക്ക് കോഗ്നിസബിൾ അല്ലാത്ത ഒരു കേസിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഒക്കുകയില്ല. അതുപോലെ തന്നെ 3 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള ഒരു കേസിനകത്ത് പിന്നെ ഈ പറയുന്ന പ്രതിക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷം വിളിച്ചു വരുത്തിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇതൊന്നുമില്ല. ഒരു ഫോറസ്റ്റ് ഗാർഡിന് തോന്നുകയാണ് എന്തോ ഒരു കുറ്റകൃത്യം ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുന്നതിനും ഡീറ്റെയിൻ ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യുന്നതിന് ആർക്കെങ്കിലും സംശയമുണ്ട്? മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട് ഈ രാജ്യത്ത്. വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയും അതനുസരിച്ച് കേസെടുക്കുന്നതിനുള്ള പ്രൊസീജിയറുകളുമൊക്കെ വിവരിക്കുന്ന നിയമമാണ് കേരള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. എന്നാൽ ഈ വന നിയമ ഭേദഗതിയിൽ ഏതെങ്കിലും ഒരു വന്യജീവിയെ ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കളിയാക്കുക, അതുപോലെ തന്നെ മൊളസ്റ്റ് ചെയ്യുക, അതിനെ ഒന്ന് ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ അത് ഈ നിയമം അനുസരിച്ച് ഈ പറയുന്ന ഫോറസ്റ്റ് വാച്ചർക്ക് വരെ അത്തരം പ്രവൃത്തി ചെയ്യുന്നയാളെ അറസ്റ്റ് ചെയ്യുന്നതിനും ഡീറ്റെയിൻ ചെയ്യുന്നതിനും അവകാശമുണ്ടെന്ന് മാത്രമല്ല, ഈ മൈനർ കുറ്റകൃത്യത്തിന് പോലും വനനിയമത്തിൽ വിവക്ഷിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം കഠിന തടവ്, അതോടൊപ്പം 25,000 രൂപ പിഴ. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഈ നാഷണൽ ഹൈവേ കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ധാരാളം കുരങ്ങനെ നമ്മൾ അടുത്ത് കാണുന്നു. ഏതെങ്കിലും കുരങ്ങനെ ഒരു ചെറിയ ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ അതിനെ
പിന്നെ അതിനെ ശല്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നും പെട്ടെന്ന് ഓടിച്ചു വിട്ടു, നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് പേടിപ്പിച്ചു വിട്ടു. ഇതെല്ലാം ഈ നിയമം അനുസരിച്ച് കുറ്റകരമാണ്. 5 വർഷം തടവിനും 25,000 രൂപയും ശിക്ഷിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇനി എന്തിന് ഒരു പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ഫോറസ്റ്റ് വാച്ചർ നമ്മുടെ വാഹനം കൈ കാണിക്കുക. എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയുള്ള കുരങ്ങുകളെ പേടിപ്പിച്ചെന്നും ആ കുരങ്ങൾക്ക് എന്താ ആഹാരം കൊടുത്തതായിട്ടും ഇവിടെ അറിവ് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ വാഹനവും പിടിച്ചെടുത്തിരിക്കുന്നു, നിങ്ങളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും, അല്ലെ ഞങ്ങൾ അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിപുലമായ മനുഷ്യ അവകാശ ലംഘനങ്ങൾ നടക്കാനിടയുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കാണ് കൊടുക്കുന്നത്. ഇപ്പം പഴയ കാലത്ത് വാഹനം കൈ കാണിച്ച് നിർത്തി പരിശോധിക്കാൻ സബ് ഇൻസ്പെക്ടറും അതിന് മുകളിലുള്ളവർക്കേ അവകാശമുള്ളൂ. ഒരു പോലീസുകാരൻ അതിനുള്ള അവകാശമില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ, വിപുലമായ അധികാരങ്ങൾ കൈയാളുന്നവർ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അത് എല്ലാ നിയമത്തിലും ഇന്ന് വരെ ഈ വനനിയമ ഭേദഗതി ഒഴിച്ച് ബാക്കി എല്ലാ നിയമങ്ങളും പരിശോധിച്ചാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും താഴെത്തട്ട് മുതൽ മേലേത്തട്ട് വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇത്തരത്തിലുള്ള മുഴുവൻ അധികാരവും കൊടുക്കുന്ന ഒരു നിയമം കാണാനില്ല. എന്തിനും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികാരത്തിൽ പോലും ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ അതില്ല. ഇതിനകത്ത് വന്നു ഭവിക്കാവുന്ന ഒരു കാര്യം, നമ്മളെല്ലാം കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേകിച്ച് പൊതുസാക്ഷികളെ ആവശ്യമില്ല എന്നാണ് ഒരു വെപ്പ്. കാരണം കാട്ടിനുള്ളിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. അപ്പം ഒരു സ്വതന്ത്ര സാക്ഷിയെ, ഒരു പൊതുസാക്ഷിയെ അവിടെ ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണെന്നത് ശരി തന്നെ. അതുകൊണ്ട് തന്നെ പല ഫോറസ്റ്റ് കേസിൻ്റെയും വിധിന്യായങ്ങളിൽ ഒരു സ്വതന്ത്ര സാക്ഷി ഇക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും ഈ വനപ്രദേശത്ത് നടക്കുന്ന കുറ്റകൃത്യമായാൽ അത് ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അതിന് സാക്ഷി ആകാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ കാണും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഇലയോ തൊലിയോ മണ്ണോ കണ്ടെടുത്തു, ഇത് വനത്തിൽ നിന്നുള്ള ഇലയാണോ വനത്തിൽ നിന്നുള്ള വൃക്ഷത്തിൻ്റെ തൊലിയാണോ, ഇത് എന്തിന് ഈ വനത്തിൽ നിന്ന് എടുത്ത മണ്ണാണോ എന്ന് തിരിച്ചറിയുന്നതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? എല്ലാം ഒന്നുപോലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൈവശം എന്തും ഒരു മണ്ണ് കണ്ടാൽ അത് വനപ്രദേശത്ത് കൂടെ നടന്നു പോയാൽ അത് വനപ്രദേശത്തിൽ നിന്ന് എടുത്ത മണ്ണാണെന്ന് സംശയിക്കാം. ഇനി ഫിഷിംഗ്, ഫോറസ്റ്റിൻ്റെ ഇതിനകത്തുകൂടെ പോകുന്ന റിവേഴ്സ്, അതിനകത്തുനിന്ന് മത്സ്യങ്ങളെ പിടിക്കാൻ അവകാശമില്ല. അങ്ങനെ മത്സ്യങ്ങളെ പിടിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ വലിയ ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെരിയാർ നദിയിൽ നിന്ന് പിടിച്ച മീൻ ഈ പുഴയിൽ നിന്ന് പിടിച്ച മീനുകളും മത്സ്യവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഒരാരോപണം മതി, നിങ്ങൾ ഇവിടുന്ന് പിടിച്ചതെന്ന് പറഞ്ഞാൽ അത്ര തന്നെ സംശയത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് കുറ്റകൃത്യമായി മാറി ഇവർക്ക് ഈ പറയുന്ന എല്ലാ അധികാരവുമുണ്ട്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഈ മലയോര പ്രദേശത്ത് വനവുമായി ബന്ധപ്പെട്ട് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അധികാരങ്ങൾ, വിപുലമായ അധികാരങ്ങൾ, യാതൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ലാതെ ഒരു നിയന്ത്രണം, അനിയന്ത്രമായി അൺഫെറ്റേഡ് ആയിട്ടുള്ള ഇത്തരം വിപുലമായ അധികാരങ്ങൾ ഒരു ഫോറസ്റ്റ് വാച്ചർക്ക്, ഒരു ഫോറസ്റ്റ് ബീറ്റ് ഗാർഡിന് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനൂടെ ഒക്കെ. ഇത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളത് ആർക്കും സംശയം. ഇനി മറ്റൊരു കാര്യം, ഫോറസ്റ്റ് സെക്ഷൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ് ഗാർഡിന് തൊട്ട് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സെക്ഷൻ ഫോറസ്റ്റ്. സെക്ഷൻ ഫോറസ്റ്ററുടെ ഡ്യൂട്ടിക്ക് എന്തെങ്കിലും തടസ്സം വരുത്തി എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ ആ ആളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അവകാശം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുക, ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടൊക്കെ ജനങ്ങൾ പ്രതിഷേധിക്കുകയും അവരോട് പരാതി പറയുകയും അല്പം കയർത്ത് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ ഫോറസ്റ്റർ ചോദിച്ചാൽ മതി, എൻ്റെ ഡ്യൂട്ടിക്ക് വിഘ്നം വരുത്തിയെന്ന് പറഞ്ഞാൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും ഡീറ്റെയിൻ ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഏത് വ്യക്തിയെയും ഒരു കേസിൽ കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു നിയമം.
ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് കീഴ് ജീവനക്കാർ മുതൽ ആർക്കും കടന്ന് കയറാവുന്ന ഒരു നിയമം. ഇതിനെ കിരാത നിയമം എന്നല്ലാതെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? അതാ ഞാൻ ആദ്യമായി പറഞ്ഞു. നമ്മുടെ ബ്രിട്ടീഷ് രാജഭരണകാലത്ത് പോലും നിലവിലിരുന്ന ക്രിമിനൽ നടപടി നിയമത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഉന്നത ഉദ്യോഗസ്ഥന്മാരും അത് കീഴുദ്യോഗസ്ഥന്മാരും വരെയുള്ളവർക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ അതിനിയന്ത്രണമായി ഒരു വീട്ടിൽ കയറി പരിശോധിക്കുന്നതിന് അവകാശമില്ല. നമ്മളൊക്കെ സാധാരണ രീതി കേട്ടിട്ടുണ്ട്, രാത്രി വീട് പരിശോധിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങളിലേക്കും വാറണ്ടുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ വാറണ്ടും ആവശ്യമില്ല, മജിസ്ട്രേറ്റിൻ്റെ ആവശ്യമില്ല. മജിസ്ട്രേറ്റിൻ്റെ പിന്നെ ഒരു യാതൊരു വിധമായ അവകാശപത്രവും കൂടാതെ ഏതൊരു വ്യക്തിയെയും ഫോറസ്റ്റ് കുറ്റകൃത്യം ചെയ്തെന്നുള്ള സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതിനും ഏതൊരു വ്യക്തിയുടെയും വീടും പരിസരവും അവൻ്റെ വീടും അവൻ്റെ സർവ്വമാന സാധനങ്ങളും കയറി പരിശോധിക്കുന്നതിനും എന്തിന് വാഹനങ്ങൾ കൈ കാണിച്ച് നിർത്തി വാഹനം പരിശോധിക്കുന്നതിനും അതിനകത്ത് ഈ പറയുന്ന പോലെ ഇലയോ വൃക്ഷത്തിൻ്റെ തൊലിയോ എന്ന് വേണ്ട കുറച്ച് മണ്ണോ കണ്ടു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റിൽ നിന്നും എടുത്തതാണെന്ന് പറഞ്ഞ് ആ വണ്ടി തന്നെ കണ്ടുകെട്ടുന്നതിനുള്ള അവകാശങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ കിരാത നിയമം ബില്ലായി കൊണ്ടുവരുന്നത് സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയല്ല, ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടാകുകയും മനുഷ്യരും ഈ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ തർക്കവും വഴക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പം ഈ ഹൈറേഞ്ച് മലയോര മേഖല, നമ്മുടെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ MLA-മാർ ഭരണകക്ഷിപ്പെട്ടവരാണ്. ദേവുളാണേൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് A. രാജ, ഉടുമ്പുംചോലയാണ് എങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മണിയാശൻ, ഇടുക്കിയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ എന്ന് വേണ്ട ഇവരെല്ലാം ഭരണകക്ഷിയിൽപ്പെട്ടിട്ടുള്ള MLA. ഇവരല്ലേ ഈ നിയമം ഉണ്ടാക്കാൻ കൂട്ടുന്നത്. നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രതിഷേധിക്കേണ്ടത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭയിലുള്ള ഈ നിയമസാമാജികർ ഈ ബില്ല് കൊണ്ടുവരുന്ന 2024 കേരള വനനിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ ബില്ലിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സെക്ഷനുകൾ, അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്താണ് എന്ന് ചിന്തിച്ചോ? അവർ നിയമസഭയിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയോ? അല്ലെങ്കിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പരിശോധിച്ചോ? എനിക്ക് തോന്നുന്നില്ല. ഇത് ഏതോ IFS ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതോ IFS ഉദ്യോഗസ്ഥന്മാരെഴുതി ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വിപുലമായ അധികാരങ്ങളെല്ലാം എന്തു തോന്നിയാസം കാണിക്കാനുള്ള അവകാശങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ ഒരു ബില്ല് പാസ്സാക്കി അത് ഒരു പരിശോധനയും കൂടാതെ ഒരു ഭേദഗതി ബില്ലായി കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ, ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല, നിയമ സാമാജികരോടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾക്ക് ശല്യമുണ്ടാകത്തും ഉപദ്രവമുണ്ടാക്കുന്നതുമായ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള നിയമസാമാജികർ ഇത്തരത്തിലുള്ള നിയമത്തിനെതിരെ അവരാണ് ശബ്ദമുയർത്തേണ്ടത്. അവരോടാണ് ഇത് സംബന്ധിച്ച് നമ്മൾ പരാതി പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കിരാത നിയമമാണ്. ഈ നിയമത്തിനെതിരെ കർഷകരും ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള എല്ലാ മനുഷ്യരും പ്രതിഷേധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. നമ്മളൊന്ന് ചുരുക്കി ഒന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ചുരുക്കി ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ വീട് പരിശോധിക്കുക, ഏത് പട്ടപ്പാതിരായിരിക്കും കയറി എന്തു തോന്നിയാസലും ഒരു വനനിയമം അനുസരിച്ചുള്ള കുറ്റകൃത്യം തോന്നിയെന്ന് ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞ് കയറി പരിശോധിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സ്വൈര്യമായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ പോകും. അതുപോലെ തന്നെ ഒരു വനനിയമമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ വഴി തടഞ്ഞു നിർത്തുന്നതിന്, നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിനും നമ്മളെ പീഡിപ്പിക്കുന്നതിനുള്ള എല്ലാ അവകാശവും ഇരിക്കും. ഇനി എന്തെങ്കിലും അതിനൊരു തടസ്സം പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിക്ക് തടസ്സം വരുത്തിയെന്ന് പറഞ്ഞാൽ അവനെ കസ്റ്റഡിയിലെടുക്കാനുള്ള അവകാശവും നിലവിലിരിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പോലും ഇല്ലാത്ത വമ്പിച്ച അവകാശങ്ങളും അധികാരങ്ങളും ആണ് ഈ നിയമം അനുസരിച്ച്. പിന്നെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടെ പറയാം. ഇതിൽ
നല്ല നല്ല ചില വകുപ്പുകളില്ല ഉണ്ട്. ഒന്ന്, ഫോറസ്റ്റ് ഭൂമിയിൽ പ്ലാസ്റ്റിക്, അത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെയൊക്കെ അത് കുറ്റകൃത്യമാണ്. അതിനെതിരെ നടപടി ഉണ്ടാവണം. അതൊക്കെ ശരിയാണ്, നല്ല കാര്യമാണ്. അത് ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് ഒന്ന്. രണ്ട്, അതുപോലെ തന്നെ നല്ല വശം, പഴയ കാലത്ത്, അതായത് 1961 1000 രൂപ ആയിരുന്നു പിഴ. ഒരു ഫോറസ്റ്റ് ഭൂമി അതിക്രമിച്ച് കയറി കൃഷി ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ 1000 രൂപ പിഴ ഉള്ള വകുപ്പുണ്ട്. വെറും 6 മാസം തടവ്, 1000 രൂപ. 1000 എന്നുള്ള പിഴ ഇന്നത്തെ കാലത്ത് അത് 5000 ആക്കി തെറ്റില്ല. അന്നത്തെ കാലത്ത് 5000 ഉള്ളതിനെ 10000 ആക്കിയും തെറ്റില്ല, 10000 25,000 ആക്കിയും തെറ്റില്ല. ഇനി മറ്റൊരു രസാവഹമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തുന്നതിനുള്ള സാധ്യതയുള്ള വകുപ്പുകളുണ്ട്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കോമ്പൗണ്ട് ചെയ്യുന്നതിന്, അതായത് രാജിയാക്കി തീർക്കുന്നതിന് അസിസ്റ്റന്റ് കൺസർവേറ്റർ മുതലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വകുപ്പിൽ പറയുന്ന തടവ് ഒഴിവാക്കിക്കൊണ്ട് പിഴ മാത്രം മേടിച്ചുകൊണ്ട് കുറ്റകൃത്യം കോമ്പൗണ്ട് ചെയ്യുന്നുള്ള അവകാശം അവിടെയുണ്ട്. അത് ദൂരവ്യാപകമായ അഴിമതിക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. പണമുള്ളവർ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് ഈ പറയുന്ന ഫൈൻ കെട്ടി രക്ഷപ്പെടും. പാവപ്പെട്ട പണമില്ലാത്തവനെന്ത് ചെയ്യും? കോടതി പ്രോസിക്യൂഷന് വിധേയനാകുകയും അവൻ ജയിലിൽ പോവുകയൊക്കെ ഉണ്ടാകും. ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പം അങ്ങനെയും ചില അബദ്ധങ്ങൾ ഈ നിയമത്തിൽ കടന്നുകൂടിയുണ്ട്. ആകെ ഈ നിയമത്തിൽ കണ്ടതിൽ ഉള്ള ഒരു ഗുണകരമായ മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഫോറസ്റ്റിനുള്ളിൽ മാലിന്യങ്ങൾ നൽകുന്ന ഒരവസ്ഥയുണ്ട്, പ്ലാസ്റ്റിക് ഇടുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഉൾപ്പെടുത്തി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. പ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേകിച്ച് പൊതുസാക്ഷികളെ ആവശ്യമില്ല എന്നാണ് ഒരു വെപ്പ്. കാരണം കാട്ടിനുള്ളിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. അപ്പം ഒരു സ്വതന്ത്ര സാക്ഷിയെ, ഒരു പൊതുസാക്ഷിയെ അവിടെ ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് ശരി തന്നെ. അതുകൊണ്ട് തന്നെ പല ഫോറസ്റ്റ് കേസിൻ്റെയും വിധിന്യായങ്ങളിൽ ഒരു സ്വതന്ത്ര സാക്ഷി ഇക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും, ഈ വനപ്രദേശത്ത് നടക്കുന്ന കുറ്റകൃത്യമായാൽ അത് ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അതിന് സാക്ഷി ആകാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ കാണും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഇലയോ തൊലിയോ മണ്ണോ കണ്ടെടുത്തു. ഇത് വനത്തിൽ നിന്നുള്ള ഇലയാണോ, വനത്തിൽ നിന്നുള്ള വൃക്ഷത്തിൻ്റെ തൊലിയാണോ, ഇത് എന്തിന് ഈ വനത്തിൽ നിന്ന് എടുത്ത മണ്ണാണോ എന്ന് തിരിച്ചറിയുന്നതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? എല്ലാം ഒന്നുപോലിരിക്കുന്നു. അപ്പം നമ്മുടെ കൈവശം എന്തും ഒരു മണ്ണ് കണ്ടാൽ അത് വനപ്രദേശത്ത് കൂടെ നടന്നു പോയാൽ അത് വനപ്രദേശത്തിൽ നിന്ന് എടുത്ത മണ്ണാണെന്ന് സംശയിക്കാം. ഇനി ഫിഷിംഗ്, ഫോറസ്റ്റിൻ്റെ ഇതിനകത്തുകൂടെ പോകുന്ന റിവേഴ്സ്, അതിനകത്തുനിന്ന് മത്സ്യങ്ങളെ പിടിക്കാൻ അവകാശമില്ല. അങ്ങനെ മത്സ്യങ്ങളെ പിടിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ വലിയ ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെരിയാർ നദിയിൽ നിന്ന് പിടിച്ച മീൻ ഈ പുഴയിൽ നിന്ന് പിടിച്ച മീനുകളും മത്സ്യവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഒരാരോപണം മതി, നിങ്ങൾ ഇവിടുന്ന് പിടിച്ചതെന്ന് പറഞ്ഞാൽ അത്ര തന്നെ സംശയത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് കുറ്റകൃത്യമായി മാറി ഇവർക്ക് ഈ പറയുന്ന എല്ലാ അധികാരവുമുണ്ട്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഈ മലയോര പ്രദേശത്ത് വനവുമായി ബന്ധപ്പെട്ട് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അധികാരങ്ങൾ, വിപുലമായ അധികാരങ്ങൾ, യാതൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ലാതെ ഒരു നിയന്ത്രണം, അനിയന്ത്രണമായി അൺഫെറ്റേഡായിട്ടുള്ള ഇത്തരം വിപുലമായ അധികാരങ്ങൾ ഒരു ഫോറസ്റ്റ് വാച്ചർക്ക്, ഒരു ഫോറസ്റ്റ് ബീറ്റ് ഗാർഡിന് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനൂടെ ഒക്കെ. ഇത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളത് ആർക്കും സംശയം. ഇനി മറ്റൊരു കാര്യം, ഫോറസ്റ്റ് സെക്ഷൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ് ഗാർഡിന് തൊട്ട് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സെക്ഷൻ ഫോറസ്റ്റ്. സെക്ഷൻ ഫോറസ്റ്ററുടെ ഡ്യൂട്ടിക്ക് എന്തെങ്കിലും തടസ്സം വരുത്തി എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ ആ ആളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അവകാശം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുക, ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടൊക്കെ ജനങ്ങൾ പ്രതിഷേധിക്കുകയും അവരോട് പരാതി പറയുകയും അല്പം കയർത്ത് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ ഫോറസ്റ്റർ ചോദിച്ചാൽ മതി, എൻ്റെ ഡ്യൂട്ടിക്ക് വിഘ്നം വരുത്തിയെന്ന് പറഞ്ഞാൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും ഡീറ്റെയിൻ ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ഏത് വ്യക്തിയെയും ഒരു കേസിൽ കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു നിയമം.
ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗത്തിന് കീഴ് ജീവനക്കാർ മുതൽ ആർക്കും കടന്ന് കയറാവുന്ന ഒരു നിയമം. ഇതിനെ കിരാത നിയമം എന്നല്ലാതെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? അതാ ഞാൻ ആദ്യമായി പറഞ്ഞു. നമ്മുടെ ബ്രിട്ടീഷ് രാജഭരണകാലത്ത് പോലും നിലവിലിരുന്ന ക്രിമിനൽ നടപടി നിയമത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുതൽ കീഴുദ്യോഗസ്ഥന്മാർ വരെയുള്ളവർക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ അതിനിയന്ത്രണമായി ഒരു വീട്ടിൽ കയറി പരിശോധിക്കുന്നതിന് അവകാശമില്ല. നമ്മളൊക്കെ സാധാരണ രീതി കേട്ടിട്ടുണ്ട്, രാത്രി വീട് പരിശോധിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കും വാറണ്ടുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ വാറണ്ടും ആവശ്യമില്ല, മജിസ്ട്രേറ്റിൻ്റെ ആവശ്യമില്ല. മജിസ്ട്രേറ്റിൻ്റെ ഒരു യാതൊരു വിധമായ അവകാശപത്രവും കൂടാതെ ഏതൊരു വ്യക്തിയെയും ഫോറസ്റ്റ് കുറ്റകൃത്യം ചെയ്തെന്നുള്ള സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതിനും ഏതൊരു വ്യക്തിയുടെയും വീടും പരിസരവും അവൻ്റെ വീടും അവൻ്റെ സർവ്വമാന സാധനങ്ങളും കയറി പരിശോധിക്കുന്നതിനും എന്തിന് വാഹനങ്ങൾ കൈ കാണിച്ച് നിർത്തി വാഹനം പരിശോധിക്കുന്നതിനും അതിനകത്ത് ഈ പറയുന്ന പോലെ ഇലയോ വൃക്ഷത്തിൻ്റെ തൊലിയോ എന്ന് വേണ്ട കുറച്ച് മണ്ണോ കണ്ടു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റിൽ നിന്നും എടുത്തതാണെന്ന് പറഞ്ഞ് ആ വണ്ടി തന്നെ കണ്ടു കിട്ടുന്നതിനുള്ള അവകാശങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ കിരാത നിയമം ബില്ലായി കൊണ്ടുവരുന്നത് സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയല്ല, ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടാകുകയും മനുഷ്യരും ഈ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ തർക്കവും വഴക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പോൾ ഈ ഹൈറേഞ്ച് മലയോര മേഖല, നമ്മുടെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ MLA ഭരണകക്ഷിപ്പെട്ടവരാണ്. ദേവുളാണേൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് A. രാജ, ഉടുമ്പുംചോലയാണ് എങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മണിയാശൻ, ഇടുക്കിയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ എന്ന് വേണ്ട ഇവരെല്ലാം ഭരണകക്ഷിയിൽപ്പെട്ടിട്ടുള്ള MLA. ഇവരല്ലേ ഈ നിയമം ഉണ്ടാക്കാൻ കൂട്ടുന്നത്. നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രതിഷേധിക്കേണ്ടത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭയിലുള്ള ഈ നിയമസാമാജികർ ഈ ബില്ല് കൊണ്ടുവരുന്ന 2024 കേരള വനനിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ ബില്ലിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സെക്ഷനുകൾ, അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്താണ് എന്ന് ചിന്തിച്ചോ? അവർ നിയമസഭയിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയോ? അല്ലെങ്കിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പരിശോധിച്ചോ? എനിക്ക് തോന്നുന്നില്ല. ഇത് ഏതോ IFS ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതോ IFS ഉദ്യോഗസ്ഥന്മാരെഴുതി ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വിപുലമായ അധികാരങ്ങളെല്ലാം എന്തു തോന്നിവാസം കാണിക്കാനുള്ള അവകാശങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ ഒരു ബില്ല് പാസ്സാക്കി അത് ഒരു പരിശോധനയും കൂടാതെ ഒരു ഭേദഗതി ബില്ലായി കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ, ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല, നിയമ സാമാജികരോടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾക്ക് ശല്യമുണ്ടാകത്തും ഉപദ്രവം ഉണ്ടാക്കുന്നതുമായ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള നിയമസാമാജികർ ഇത്തരത്തിലുള്ള നിയമത്തിനെതിരെ അവരാണ് ശബ്ദമുയർത്തേണ്ടത്. അവരോടാണ് ഇത് സംബന്ധിച്ച് നമ്മൾ പരാതി പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കിരാത നിയമമാണ്. ഈ നിയമത്തിനെതിരെ കർഷകരും ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള എല്ലാ മനുഷ്യരും പ്രതിഷേധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. നമ്മളൊന്ന് ചുരുക്കി ഒന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ചുരുക്കി ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ വീട് പരിശോധിക്കുക, ഏത് പട്ടപ്പാതിരായിരിക്കും കയറി എന്തു തോന്നിയാസലും ഒരു വനനിയമം അനുസരിച്ചുള്ള കുറ്റകൃത്യം തോന്നിയെന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞ് കയറി പരിശോധിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സ്വൈര്യമായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ പോകും. അതുപോലെ തന്നെ ഒരു വനനിയമമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ വഴി തടഞ്ഞു നിർത്തുന്നതിന്, നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിനും നമ്മളെ പീഡിപ്പിക്കുന്നതിനുള്ള എല്ലാ അവകാശവും ഇരിക്കും. ഇനി എന്തെങ്കിലും അതിനകത്ത് തടസ്സം പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിക്ക് തടസ്സം വരുത്തിയെന്ന് പറഞ്ഞാൽ അവനെ കസ്റ്റഡിയിലെടുക്കാനുള്ള അവകാശവും നിലവിലിരിക്കുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പോലും ഇല്ലാത്ത വമ്പിച്ച അവകാശങ്ങളും അധികാരങ്ങളും ആണ് ഈ നിയമം അനുസരിച്ച്. പിന്നെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടെ പറയാം. ഇതിൽ നല്ല ചില
വകുപ്പുകളില്ല ഉണ്ട്. ഒന്ന്, ഫോറസ്റ്റ് ഭൂമിയിൽ പ്ലാസ്റ്റിക് അത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെയൊക്കെ അത് കുറ്റകൃത്യമാണ്. അതിനെതിരെ നടപടി ഉണ്ടാവണം. അതൊക്കെ ശരിയാണ്, നല്ല കാര്യമാണ്. അത് ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് ഒന്ന്. രണ്ട്, അതുപോലെ തന്നെ നല്ല വശം, പഴയ കാലത്ത് അതായത് 1961 1000 രൂപ ആയിരുന്നു പിഴ. ഒരു ഫോറസ്റ്റ് ഭൂമി അതിക്രമിച്ച് കയറി കൃഷി ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ 1000 രൂപ പിഴ ഉള്ള വകുപ്പുണ്ട്. വെറും 6 മാസം തടവ്, 1000 രൂപ. 1000 എന്നുള്ള പിഴ ഇന്നത്തെ കാലത്ത് 5000 ആക്കി തെറ്റില്ല. അന്നത്തെ കാലത്ത് 5000 ഉള്ളതിനെ 10000 ആക്കിയും തെറ്റില്ല, 10000 25,000 ആക്കിയും തെറ്റില്ല. ഇനി മറ്റൊരു രസാവഹമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തുന്നതിനുള്ള സാധ്യതയുള്ള വകുപ്പുകളുണ്ട്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കോമ്പൗണ്ട് ചെയ്യുന്നതിന്, അതായത് രാജിയാക്കി തീർക്കുന്നതിന് അസിസ്റ്റന്റ് കൺസർവേറ്റർ മുതലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വകുപ്പിൽ പറയുന്ന പിഴ തടവ് ഒഴിവാക്കിക്കൊണ്ട് പിഴ മാത്രം മേടിച്ചുകൊണ്ട് കുറ്റകൃത്യം കോമ്പൗണ്ട് ചെയ്യുന്നതിനുള്ള അവകാശം അവിടെയുണ്ട്. അത് ദൂരവ്യാപകമായ അഴിമതിക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. പണമുള്ളവർ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് ഈ പറയുന്ന ഫൈൻ കെട്ടി രക്ഷപ്പെടും. പാവപ്പെട്ട പണമില്ലാത്തവനെന്ത് ചെയ്യും, കോടതി പ്രോസിക്യൂഷന് വിധേയനാകുകയും അവൻ ജയിലിൽ പോവുകയൊക്കെ ഉണ്ടാകും. ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പം അങ്ങനെയും ചില അബദ്ധങ്ങൾ ഈ നിയമത്തിൽ കടന്നുകൂടിയുണ്ട്. ആകെ ഈ നിയമത്തിൽ കണ്ടതിൽ ഉള്ള ഒരു ഗുണകരമായ മാറ്റമെന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റിനുള്ളിൽ മാലിന്യങ്ങൾ തള്ളുന്ന ഒരവസ്ഥയുണ്ട്, പ്ലാസ്റ്റിക് ഇടുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഉൾപ്പെടുത്തി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന കേരള വനനയം 1961 കേരള ഫോറസ്റ്റ് ആക്ടിൽ ഈ പറഞ്ഞ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു ഭേദഗതിക്ക് ആവശ്യമേ ഇല്ല. ഒരു ഫോറസ്റ്റ് കുറ്റകൃത്യം തടയുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ആ കേരള ഫോറസ്റ്റ് ആക്ടിനുണ്ട്. തീർച്ചയായിട്ടും ഫൈൻ എമൗണ്ട് കൂട്ടുക എന്ന് പറയുന്ന ഒരാവശ്യമാണ്, കൂട്ടട്ടെ. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വേസ്റ്റ് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് മുതലായവകൾ അതിനകത്ത് ഇടുന്നത് പാടില്ല എന്ന് പറയുന്നത് കൂട്ടട്ടെ. പക്ഷേ ഇലയും തൊലിയും മണലും ഫോറസ്റ്റിനകത്തുനിന്ന് എടുത്തതാണെന്ന് സംശയം തോന്നിയാൽ പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഒരു വൃക്ഷത്തിൻ്റെ ഇല ഫോറസ്റ്റിൽ നിന്നുള്ള ഇലയാണോ, അതോ ഒരു വൃക്ഷത്തിൻ്റെ അല്ല മണ്ണ് ഫോറസ്റ്റിൽ നിന്നെടുത്ത മണ്ണാണോ, എൻ്റെ വീട്ടിൽ നിന്നെടുത്ത മണ്ണാണോ എന്ന് എങ്ങനെ കൊണ്ടുവരും? സംശയം തോന്നാൻ പറ്റില്ല. ഇത് തിരിച്ചറിയാൻ ഒരു മാർഗമില്ലാതിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ള നിയമം ആവശ്യമില്ലായിരുന്നു. കേരള ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് എല്ലാ കുറ്റകൃത്യങ്ങളും തടയുന്നതിന് ആവശ്യമായ എല്ലാ വ്യവസ്ഥകളും അതിനകത്തുണ്ടായിരുന്നു. അങ്ങേയറ്റം വന്നാൽ ഈ നിയമ ഭേദഗതി കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു ഫൈൻ അല്പം കൂട്ടാമായിരുന്നു, അതല്ലാതെ മറ്റൊരാവശ്യവുമില്ലായിരുന്നു. കർശനമായ നിയമമുണ്ടല്ലോ, ഫോറസ്റ്റ് പ്രൊഡ്യൂസർ ഏതെങ്കിലും വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയാൽ അത് കണ്ടുകെട്ടുന്നതിനുള്ള അവകാശം ഓതറൈസ്ഡ് ഓഫീസർക്ക് ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഓതറൈസ്ഡ് ഓഫീസർക്കാണ് കൊടുത്തിരിക്കുന്നത്. അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മാത്രമേ അധികാരമുള്ളൂ. താഴെയുള്ള ഒരു ഡെപ്യൂട്ടി റേഞ്ചർക്കോ ഒന്നും അതനുസരിച്ചുള്ള അവകാശങ്ങളില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ ഏത് ബീറ്റ് ഗാർഡിനും ഈ പറയുന്ന അവകാശങ്ങളെല്ലാം ഉണ്ട്. ഈ പറയുന്ന പോലെ ആരെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായി ഈ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെ ഈ നിയമം സൃഷ്ടിക്കാൻ ഇടയായത് ഏതെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യപ്രകാരം, IFSകാരായിരിക്കാം, അവരുടെ താല്പര്യപ്രകാരം പടച്ചുണ്ടാക്കിയ ഒരു നിയമമാണ്. ഞാൻ പറഞ്ഞില്ലേ, മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ നിയമസമാജികർ, നിയമനിർമ്മാണ സഭയിലുള്ള നിയമസമാജികർ ഈ ബില്ല് കണ്ട് അതിനുണ്ടാകുന്ന വ്യവസ്ഥകൾക്കകത്തുള്ള ദൂരവ്യാപകമായ ഫലങ്ങളെപ്പറ്റി കുറഞ്ഞ പറ്റും റിട്ടയർഡ് ജഡ്ജിമാരുമായിട്ട്, ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ അഭിഭാഷകരുമായിട്ട്, അല്ലെങ്കിൽ നിയമം അറിയാവുന്ന വ്യക്തികളുമായിട്ട്, നിയമ വിശക്ഷണന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട്, അതുപോലെ തന്നെ ഹൈ റേഞ്ച് ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന വ്യക്തികളുമായിട്ട്, പൊതു സേവകരുമായിട്ട് ഇതൊന്നും ചർച്ച ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ളൊരു നിയമം ഉണ്ടാക്കിയെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഒരു നിയമം നിർമ്മിക്കുമ്പോൾ സമൂഹത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങളെന്ത്, അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്ത്, അതുകൊണ്ടുണ്ടാകുന്ന അനാവശ്യമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുള്ള സാധ്യത എന്തുണ്ട്, ഇതൊന്നും പരിശോധിക്കാതെ ആണ് നിയമസമാജികർ പോലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ളൊരു നിയമം പടച്ചുണ്ടാക്കി എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്.
ഒരു ഗവൺമെൻറ്റിന് യോജിച്ചൊരു കാര്യമല്ല എന്ന് വേണം കരുതാൻ. ഇതിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനയപുരസ്സരമുള്ള അഭിപ്രായം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെടും.